കെ.എസ്.ആർ.ടി.സിയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായത് മോഹൻലാൽ. കെ.എസ്.ആർ.ടി.സിയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിതനായത് മോഹൻലാൽ. 2026 ജനുവരിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാന്ദാർ. 2026 ജനുവരിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാന്ദാർ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം.എൽ.എ സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആന്റണി രാജു. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട എം.എൽ.എ സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തി ആന്റണി രാജു. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന കൊട്ടാരം. തിരുവിതാംകൂർ ചരിത്രം വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന കൊട്ടാരം. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് കാർത്തികേയൻ മാണിക്യം. ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് കാർത്തികേയൻ മാണിക്യം. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയി. 2025 മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നഗരസഭ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരത നഗരസഭ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം. സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനമുലുവേല. സ്പൈസസ് ബോർഡ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനമുലുവേല. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാകുന്നത് ഒറ്റപ്പാലം. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം പൂർത്തിയാകുന്നത് ഒറ്റപ്പാലം. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് നാഗസ്വര വിദ്വാൻ ശ്രീ തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് നാഗസ്വര വിദ്വാൻ ശ്രീ തിരുവിഴ ജയശങ്കർ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസ്സി തോമസ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ ടെസ്സി തോമസ്. ഭരണനിർവഹണത്തിൽ നിർമ്മിതബുദ്ധി ഫലപ്രദമായി വിനിയോഗിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കേരള എ.ഐ. മിഷൻ. ഭരണനിർവഹണത്തിൽ നിർമ്മിതബുദ്ധി ഫലപ്രദമായി വിനിയോഗിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി കേരള എ.ഐ. മിഷൻ. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. 2025 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ അവിരാമം. 2025 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ അവിരാമം. 38 മത് കേരള സയൻസ് കോൺഗ്രസ് വേദി കൊച്ചി. 38 മത് കേരള സയൻസ് കോൺഗ്രസ് വേദി കൊച്ചി. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിത ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കനൽ. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിത ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി കനൽ. രാത്രിയിൽ ഒറ്റപ്പെട്ടുപോകുന്ന മുതിർന്ന പൗരർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നിഴൽ. രാത്രിയിൽ ഒറ്റപ്പെട്ടുപോകുന്ന മുതിർന്ന പൗരർക്കും സ്ത്രീകൾക്കുമായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നിഴൽ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2025 പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ്. കൃതി മദർ മേരി കംസ് ടു ടൗൺ. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ 2025 പുരസ്കാരത്തിന് അർഹയായത് അരുന്ധതി റോയ്. കൃതി മദർ മേരി കംസ് ടു ടൗൺ. 64 മത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2ാം സ്ഥാനം തൃശൂർ. സമാപന ചടങ്ങിലെ വിശിഷ്ടാതിഥി മോഹൻലാൽ. 64 മത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2ാം സ്ഥാനം തൃശൂർ. സമാപന ചടങ്ങിലെ വിശിഷ്ടാതിഥി മോഹൻലാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുന്ന ആദ്യ മത്സരാർത്ഥി സിയ ഫാത്തിമ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുന്ന ആദ്യ മത്സരാർത്ഥി സിയ ഫാത്തിമ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ 2024 ജെ.സി. ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് ശാരദ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ 2024 ജെ.സി. ഡാനിയേൽ പുരസ്കാരം ലഭിച്ചത് ശാരദ. 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ കാന്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷൻ കൊച്ചി. 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ കാന്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷൻ കൊച്ചി. കെ.എസ്.ഇ.ബി. ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. കെ.എസ്.ഇ.ബി. ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡ് ട്രൈബ്രാൻഡ്. ഗോത്ര സമൂഹത്തിന്റെ പാരമ്പര്യ അറിവുകളും ആധുനിക ഫാഷൻ ഡിസൈനുകളും സംയോജിപ്പിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന പ്രീമിയം വസ്ത്ര ബ്രാൻഡ് ട്രൈബ്രാൻഡ്. സംസ്ഥാനത്തെ യുവതീയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു ലേണിംഗ് വർക്ക്. സംസ്ഥാനത്തെ യുവതീയുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു ലേണിംഗ് വർക്ക്.
സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നേരാം കരുത്തോടെ ക്യാമ്പയിനിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നേരാം കരുത്തോടെ ക്യാമ്പയിനിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18 ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ് കൃതി പട്ടുനൂൽപ്പുഴു എന്ന നോവൽ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18 ബഷീർ പുരസ്കാരത്തിന് അർഹനായത് എസ് ഹരീഷ് കൃതി പട്ടുനൂൽപ്പുഴു എന്ന നോവൽ. പ്രമേഹ രോഗത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഇനം ചേമ്പ് ജാമുനി ചേമ്പ് ആണ്. പ്രമേഹ രോഗത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഇനം ചേമ്പ് ജാമുനി ചേമ്പ് ആണ്. ജാമുനി ചേമ്പ് വികസിപ്പിച്ചത് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ്. ജാമുനി ചേമ്പ് വികസിപ്പിച്ചത് ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ്. പ്രേംനസീർ ഫൗണ്ടേഷൻ നൽകിവരുന്ന സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള 2026 പ്രേംനസീർ പുരസ്കാരം നേടിയത് പ്രിയദർശനാണ്. പ്രേംനസീർ ഫൗണ്ടേഷൻ നൽകിവരുന്ന സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള 2026 പ്രേംനസീർ പുരസ്കാരം നേടിയത് പ്രിയദർശനാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഇ പി രാജഗോപാലനാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഇ പി രാജഗോപാലനാണ്. ഇ പി രാജഗോപാലന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ്. ഇ പി രാജഗോപാലന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളമാണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളമാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റി ഓഫ് കേരളയുടെ 2025 സത്യജിത് റേ പുരസ്കാരം നേടിയ പ്രമുഖ സംവിധായകൻ ടി വി ചന്ദ്രനാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റി ഓഫ് കേരളയുടെ 2025 സത്യജിത് റേ പുരസ്കാരം നേടിയ പ്രമുഖ സംവിധായകൻ ടി വി ചന്ദ്രനാണ്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് സുനിത വില്യംസ് ആണ്. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC ബുക്സിന്റെ ആഭിമുഖ്യത്തിൽ 2026 ജനുവരിയിൽ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 9ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തത് സുനിത വില്യംസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ്. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിക്കപ്പെട്ടത് ബാസിലസ് സബ്റ്റിലസ് ആണ്. കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിക്കപ്പെട്ടത് ബാസിലസ് സബ്റ്റിലസ് ആണ്. ബാസിലസ് സബ്റ്റിലസ് ഹേ ബാസിലസ് അഥവാ ഗ്രാസ് ബാസിലസ് എന്നെല്ലാം അറിയപ്പെടുന്നു. ബാസിലസ് സബ്റ്റിലസ് ഹേ ബാസിലസ് അഥവാ ഗ്രാസ് ബാസിലസ് എന്നെല്ലാം അറിയപ്പെടുന്നു. ബാസിലസ് സബ്റ്റിലസ് രോഗനിയന്ത്രണം, കാർഷിക ഉത്പാദന വർധന, ക്ഷീരോത്പാദന വർധന എന്നിവയ്ക്കെല്ലാം സഹായകമാകുന്ന ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലസ് രോഗനിയന്ത്രണം, കാർഷിക ഉത്പാദന വർധന, ക്ഷീരോത്പാദന വർധന എന്നിവയ്ക്കെല്ലാം സഹായകമാകുന്ന ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലസ് കാണപ്പെടുന്നത് മണ്ണിലും ജലത്തിലും ഫെർമെന്റ്ഡ് ഭക്ഷണങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിലുമാണ്. ബാസിലസ് സബ്റ്റിലസ് കാണപ്പെടുന്നത് മണ്ണിലും ജലത്തിലും ഫെർമെന്റ്ഡ് ഭക്ഷണങ്ങളിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിലുമാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളം. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല എറണാകുളം. കേരളത്തിന്റെ മുൻ ധനകാര്യ മന്ത്രിയായിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം. കേരളത്തിന്റെ മുൻ ധനകാര്യ മന്ത്രിയായിരുന്ന KM മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC. വലിയ ഡാറ്റകൾ സുതാര്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ. വലിയ ഡാറ്റകൾ സുതാര്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ബ്ലോക്ക് ചെയിൻ. 2026 ജനുവരിയിൽ നടന്ന പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ചാമ്പ്യന്മാരായത് നിരണം ചുണ്ടൻ. 2026 ജനുവരിയിൽ നടന്ന പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ചാമ്പ്യന്മാരായത് നിരണം ചുണ്ടൻ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത് അഷ്ടമുടി കായൽ. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി അരങ്ങേറുന്നത് അഷ്ടമുടി കായൽ. താൽക്കാലിക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സ്ഥിരമായ നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. താൽക്കാലിക നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി സ്ഥിരമായ നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് PS സുകുമാരൻ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് PS സുകുമാരൻ. 2026 ജനുവരി 6 അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. 2026 ജനുവരി 6 അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. 2026 ജനുവരിയിൽ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സ്ഥാപക ചെയർമാനുമായിരുന്ന മലയാളി ഫാദർ തോമസ് വി കുന്നുങ്കൽ.
2026 ജനുവരിയിൽ അന്തരിച്ച CBSE മുൻ ചെയർമാനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ സ്ഥാപക ചെയർമാനുമായിരുന്ന മലയാളി ഫാദർ തോമസ് വി കുന്നുങ്കൽ. ഫാദർ തോമസ് വി കുന്നുങ്കലിന് പത്മശ്രീ ലഭിച്ചത് 1974. ഫാദർ തോമസ് വി കുന്നുങ്കലിന് പത്മശ്രീ ലഭിച്ചത് 1974. 2024 മുതൽ 2025 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല തൃശൂർ. 2024 മുതൽ 2025 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല തൃശൂർ. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര നഗരനയം രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല കുശാവതി. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ല കുശാവതി. റെയിൽപാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് വാരാണസി. റെയിൽപാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് വാരാണസി. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉത്പന്നങ്ങളുടെ പുതുക്കിയ നികുതി നിരക്ക് 40%. 2026 ഫെബ്രുവരി 1 മുതൽ പുകയില ഉത്പന്നങ്ങളുടെ പുതുക്കിയ നികുതി നിരക്ക് 40%. കാൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ശ്രീകുമാർ ജി പിള്ള. കാൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ശ്രീകുമാർ ജി പിള്ള. സർക്കാർ ജീവനക്കാർക്കായി AI അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക. സർക്കാർ ജീവനക്കാർക്കായി AI അധിഷ്ഠിത കർത്തവ്യ ഹാജർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം കർണാടക. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA-യുടെ പുതിയ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റെയിൽവേ പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽ മൈത്രി. BSF-ന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. BSF-ന്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് പ്രവീൺ കുമാർ. 2026 ജനുവരിയിൽ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്. 2026 ജനുവരിയിൽ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്. 2026 ജനുവരിയിൽ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിൻ. 2026 ജനുവരിയിൽ പരീക്ഷണ ഓട്ടം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ നമോ ഗ്രീൻ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ്. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായ 2025 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് R. K. ശ്രീറാംകുമാർ വയലിനിസ്റ്റ്. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായ 2025 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് R. K. ശ്രീറാംകുമാർ വയലിനിസ്റ്റ്. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധിതമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധിതമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസിന് മുകളിൽ ഓക്സിജൻ സിലിണ്ടറിന് സഹായമില്ലാതെ തുടർച്ചയായി 24 മണിക്കൂർ ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ രോഹ്താഷ് കിലേരി ഹരിയാന സ്വദേശി. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എൽബ്രസിന് മുകളിൽ ഓക്സിജൻ സിലിണ്ടറിന് സഹായമില്ലാതെ തുടർച്ചയായി 24 മണിക്കൂർ ചെലവഴിച്ച ആദ്യ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ രോഹ്താഷ് കിലേരി ഹരിയാന സ്വദേശി. ഉപഗ്രഹങ്ങളുടെ ആയുസ്സ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം അയൽസാറ്റ്. ഉപഗ്രഹങ്ങളുടെ ആയുസ്സ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറക്കാനും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ നിർണായക ദൗത്യം അയൽസാറ്റ്. 2026 ജനുവരിയിൽ അന്തരിച്ച റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും തെരുവ് നായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീംകോടതി നിയോഗിച്ച ഏകാംഗ കമ്മിറ്റിയുടെ ചെയർമാനും ആയിരുന്ന വ്യക്തി ജസ്റ്റിസ് S. സിരിജഗൻ. 2026 ജനുവരിയിൽ അന്തരിച്ച റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും തെരുവ് നായ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീംകോടതി നിയോഗിച്ച ഏകാംഗ കമ്മിറ്റിയുടെ ചെയർമാനും ആയിരുന്ന വ്യക്തി ജസ്റ്റിസ് S. സിരിജഗൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായത് ഗുജറാത്ത്. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ആദ്യമായി 1300 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ട ചിത്രം ദുരന്തർ. സംവിധാനം ആദിത്യ ധർ. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ആദ്യമായി 1300 കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ട ചിത്രം ദുരന്തർ. സംവിധാനം ആദിത്യ ധർ. 2026 ജനുവരിയിൽ സോൺ നദീജലം വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ബീഹാർ. 2026 ജനുവരിയിൽ സോൺ നദീജലം വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, ബീഹാർ. ഗോസ്റ്റ് ഐ എന്ന നോവലിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്. ഗോസ്റ്റ് ഐ എന്ന നോവലിന്റെ രചയിതാവ് അമിതാവ് ഘോഷ്.
2026 ജനുവരിയിൽ ജാതിപരമായും സാമുദായികമായുള്ള വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടക. കുറ്റം ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. 2026 ജനുവരിയിൽ ജാതിപരമായും സാമുദായികമായുള്ള വിവേചനവും ഒറ്റപ്പെടുത്തലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം കർണാടക. കുറ്റം ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. 2026 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി മാർക്ക് ടുള്ളി. മാർക്ക് ടുള്ളി ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ന്യൂഡൽഹിയിലെ ബിബിസിയുടെ ബ്യൂറോ ചീഫുമായിരുന്നു. 2026 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി മാർക്ക് ടുള്ളി. മാർക്ക് ടുള്ളി ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ന്യൂഡൽഹിയിലെ ബിബിസിയുടെ ബ്യൂറോ ചീഫുമായിരുന്നു. ഹിന്ദി ഇതര ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ദേശീയതലത്തിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഒഡിയ, ബംഗാളി, മറാഠി ഭാഷകൾക്കാണ് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ വീതമുള്ള സമ്മാനം നൽകുന്നത്. സമ്മൊഴി ഇലക്കിയ വിരുത് അഥവാ ശ്രേഷ്ഠഭാഷാ സാഹിത്യ പുരസ്കാരം എന്ന പേരിലാണ് പുരസ്കാരം അറിയപ്പെടുക. ഹിന്ദി ഇതര ഭാഷകളിലെ മികച്ച കൃതികൾക്ക് ദേശീയതലത്തിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഒഡിയ, ബംഗാളി, മറാഠി ഭാഷകൾക്കാണ് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ വീതമുള്ള സമ്മാനം നൽകുന്നത്. സമ്മൊഴി ഇലക്കിയ വിരുത് അഥവാ ശ്രേഷ്ഠഭാഷാ സാഹിത്യ പുരസ്കാരം എന്ന പേരിലാണ് പുരസ്കാരം അറിയപ്പെടുക. 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. 2026 ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കാവേരി നദിയിൽ കാണപ്പെടുന്ന മത്സ്യം ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ അതീവ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കാവേരി നദിയിൽ കാണപ്പെടുന്ന മത്സ്യം ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യം. നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യം ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യം. നദിയിലെ കടുവ എന്നറിയപ്പെടുന്ന മത്സ്യം ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യം. കേരളത്തിലെ കബനി, പാമ്പാർ നദികളിൽ കാണപ്പെടുന്ന ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യത്തെ കേരളത്തിൽ അറിയപ്പെടുന്നത് കുയിൽമീൻ. കേരളത്തിലെ കബനി, പാമ്പാർ നദികളിൽ കാണപ്പെടുന്ന ഹംപ് ബാഗ്ഡ് മഹസീർ മത്സ്യത്തെ കേരളത്തിൽ അറിയപ്പെടുന്നത് കുയിൽമീൻ. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി പോക്സോ നിയമത്തിൽ ഏത് ചട്ടം കൂട്ടിച്ചേർക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്? റോമിയോ ജൂലിയറ്റ് ചട്ടം. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയുന്നതിനായി പോക്സോ നിയമത്തിൽ ഏത് ചട്ടം കൂട്ടിച്ചേർക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്? റോമിയോ ജൂലിയറ്റ് ചട്ടം. സമ്മതപ്രകാരമുള്ള പ്രായത്തിൽ, അതായത് 18 വയസ്സിൽ താഴെയും ചെറിയ പ്രായവ്യത്യാസം മാത്രമുള്ളവരുമാണെങ്കിലും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കാൻ പോക്സോ നിയമത്തിൽ അവതരിപ്പിച്ച വകുപ്പ് റോമിയോ ജൂലിയറ്റ് വകുപ്പ്. സമ്മതപ്രകാരമുള്ള പ്രായത്തിൽ, അതായത് 18 വയസ്സിൽ താഴെയും ചെറിയ പ്രായവ്യത്യാസം മാത്രമുള്ളവരുമാണെങ്കിലും പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിവാക്കാൻ പോക്സോ നിയമത്തിൽ അവതരിപ്പിച്ച വകുപ്പ് റോമിയോ ജൂലിയറ്റ് വകുപ്പ്. അരി ഉൽപ്പാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. അരി ഉൽപ്പാദനത്തിൽ ചൈനയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേലതാർ. 2026 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകൻ ബേലതാർ. ലോകത്തിലെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ബീജിംഗ്. ലോകത്തിലെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് നടന്നത് ബീജിംഗ്. 98 ഓസ്കാർ അക്കാദമി അവാർഡ്സിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം സിന്നേഴ്സ്. 98 ഓസ്കാർ അക്കാദമി അവാർഡ്സിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം സിന്നേഴ്സ്. 2026 ശൈത്യകാല പാരാലിമ്പിക്സ് വേദിയായി പ്രഖ്യാപിച്ചത് ഇറ്റലി. 2026 ശൈത്യകാല പാരാലിമ്പിക്സ് വേദിയായി പ്രഖ്യാപിച്ചത് ഇറ്റലി. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയായി പ്രഖ്യാപിച്ചത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയായി പ്രഖ്യാപിച്ചത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ്. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം 2-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം 2-ാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ജപ്പാൻ, ദക്ഷിണ കൊറിയ. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80. ഹെൻലി പാസ്പോർട്ട് സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 80. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറിയത് ഡെൻമാർക്ക്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി മാറിയത് ഡെൻമാർക്ക്. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ താപനിലയം ആരംഭിച്ചത് ഗോബി മരുഭൂമി. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ്ജ താപനിലയം ആരംഭിച്ചത് ഗോബി മരുഭൂമി. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ.
യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസി ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യം ബൾഗേറിയ. 2026 ജനുവരിയിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ശീതകാറ്റ് എസ്ര. 2026 ജനുവരിയിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ച ശീതകാറ്റ് എസ്ര. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ചിലി. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ചിലി. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസം ബുസാൻ. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസം ബുസാൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദി ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിലുള്ള സംവിധാൻ സദൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് വേദി ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിലുള്ള സംവിധാൻ സദൻ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് തീയതി 2026 ജനുവരി 14 മുതൽ 16 വരെ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് തീയതി 2026 ജനുവരി 14 മുതൽ 16 വരെ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 2026 സമ്മേളനത്തിന് അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 2026 നടക്കുന്ന G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ്. 2026 നടക്കുന്ന G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ്. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് ആയ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ മലേഷ്യ അഥവാ ഇന്തോനേഷ്യ. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് ആയ ഗ്രോക്കിനെ നിരോധിക്കുന്ന ആദ്യ രാജ്യങ്ങൾ മലേഷ്യ അഥവാ ഇന്തോനേഷ്യ. യഥാർത്ഥമെന്ന് തോന്നുന്ന വിധത്തിലുള്ള വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പേരിലാണ് നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും നിരോധിച്ചത്. യഥാർത്ഥമെന്ന് തോന്നുന്ന വിധത്തിലുള്ള വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന്റെ പേരിലാണ് നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും നിരോധിച്ചത്. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ പൗരാവകാശ പ്രവർത്തക ക്ലോഡറ്റ് കോൾവിൻ. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ പൗരാവകാശ പ്രവർത്തക ക്ലോഡറ്റ് കോൾവിൻ. 2026 ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം സ്പെയിൻ. 2026 ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം സ്പെയിൻ. സമുദ്ര സുരക്ഷ, സ്ഥിർ വികസനം എന്നിവ ലക്ഷ്യമിട്ട് 2019 ബാങ്കോങ്ങിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച ആശയമാണ് ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് IPOI. സമുദ്ര സുരക്ഷ, സ്ഥിർ വികസനം എന്നിവ ലക്ഷ്യമിട്ട് 2019 ബാങ്കോങ്ങിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ടുവച്ച ആശയമാണ് ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് IPOI. 2026 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം US. 2026 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയ രാജ്യം US. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഗൾഫ് ഷീൽഡ് 2026. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഗൾഫ് ഷീൽഡ് 2026. 2026 ടൈലർ പ്രൈസ് ഫോർ എൻവയോൺമെന്റൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയ ശാസ്ത്രജ്ഞ ടോബി കിഴ്സ്. 2026 ടൈലർ പ്രൈസ് ഫോർ എൻവയോൺമെന്റൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹത നേടിയ ശാസ്ത്രജ്ഞ ടോബി കിഴ്സ്. ഭൂമിക്കടിയിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഫംഗസുകളെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് ടോബി കിഴ്സിന് അവാർഡ് ലഭിച്ചത്. ഭൂമിക്കടിയിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും ഫംഗസുകളെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് ടോബി കിഴ്സിന് അവാർഡ് ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹത നേടിയ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാർഷൽ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹത നേടിയ മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാർഷൽ. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു. 2025 ജനുവരിയിൽ വിരമിച്ച പ്രശസ്ത ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ. 2025 ജനുവരിയിൽ വിരമിച്ച പ്രശസ്ത ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ. 2026 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ജേതാവ് ലിൻ ചുങ്യി. 2026 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ജേതാവ് ലിൻ ചുങ്യി. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിംബാബ്വെ, നമീബിയ.
2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് സിംബാബ്വെ, നമീബിയ. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിക്ക് നേതൃത്വം നൽകുന്നത് പി.ടി. ഉഷ. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസിക്ക് നേതൃത്വം നൽകുന്നത് പി.ടി. ഉഷ. 2026 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരവേദി ആസാം. 2026 നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരവേദി ആസാം. ഇന്ത്യയുടെ 92 മത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര്യൻ വർഷനെയർ. ഇന്ത്യയുടെ 92 മത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര്യൻ വർഷനെയർ. 2026 അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക്സ് മീറ്റ് ഓവറോൾ ജേതാക്കൾ മദ്രാസ് സർവകലാശാല. 2026 അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക്സ് മീറ്റ് ഓവറോൾ ജേതാക്കൾ മദ്രാസ് സർവകലാശാല. 2025 മുതൽ 2026 വിജയ ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ വിദർഭ, റണ്ണേഴ്സ് അപ്പ് സൗരാഷ്ട്ര. 2025 മുതൽ 2026 വിജയ ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ വിദർഭ, റണ്ണേഴ്സ് അപ്പ് സൗരാഷ്ട്ര. 2025 മുതൽ 2026 വിജയ ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിന്റെ വേദി ബാംഗ്ലൂർ. 2025 മുതൽ 2026 വിജയ ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിന്റെ വേദി ബാംഗ്ലൂർ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻ മനോജ് കോത്താരി. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻ മനോജ് കോത്താരി. മനോജ് കോത്താരി ലോക ചാമ്പ്യൻ ആയത് 1990. മനോജ് കോത്താരി ലോക ചാമ്പ്യൻ ആയത് 1990. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജി സഞ്ജു. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജി സഞ്ജു. 2026 ജനുവരിയിൽ നടന്ന ആഷസ് ക്രിക്കറ്റ് കപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. 2026 ജനുവരിയിൽ നടന്ന ആഷസ് ക്രിക്കറ്റ് കപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് നേടിയ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് നേടിയ താരമെന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. 2026 സൗദി അറേബ്യയിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് ബാഴ്സലോണ. 2026 സൗദി അറേബ്യയിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിൽ കിരീടം നേടിയത് ബാഴ്സലോണ. 2026 ജനുവരിയിൽ 16 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ വനിതാ താരം അലീസ ഹീലി. 2026 ജനുവരിയിൽ 16 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ വനിതാ താരം അലീസ ഹീലി. 2026 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാഴ്സലോണ. ഫൈനലിൽ ബാഴ്സലോണ റയൽ മഡ്രിഡിനെ 3-2 തോൽപ്പിച്ചു. 2026 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബാഴ്സലോണ. ഫൈനലിൽ ബാഴ്സലോണ റയൽ മഡ്രിഡിനെ 3-2 തോൽപ്പിച്ചു. 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്നതിലൂടെ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയായി മാറുന്നത് വീനസ് വില്യംസ് ആണ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്നതിലൂടെ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയായി മാറുന്നത് വീനസ് വില്യംസ് ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായ 3-ാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായ 3-ാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 2026 നടന്ന ആഫ്രിക്ക കപ്പ് നേഷൻസ് ജേതാക്കൾ സെനഗലാണ്. 2026 നടന്ന ആഫ്രിക്ക കപ്പ് നേഷൻസ് ജേതാക്കൾ സെനഗലാണ്. ഇന്ത്യയിലെ 2ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റായ ഐ ലീഗിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്. ഇന്ത്യയിലെ 2ാം ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റായ ഐ ലീഗിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നാണ്.